ഇന്നലെ ഞാൻ ഇവിടെ വെച്ചതാണല്ലോ. മോഹൻ, ഷോപ്പിന്റെ ചാവി കണ്ടോ? ആഹാ, ഇന്നും മറന്നോ? ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഇതിനെന്താ കയ്യും കാലും ഉണ്ടോ? ദേ മോഹൻ ചിരിക്കല്ലേ. എന്നും ഇത് പതിവായ ചിരിക്കാതെ എങ്ങനെയാ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മറവി അല്പം കൂടുതലായി പോയി. എന്റെ ട്രെയിൻ പോകും. മോഹൻ ഒരു കാര്യം ചെയ്, ഒരു ഓട്ടോ പിടിച്ചു പോ. നിധി, മമ്മിയുടെ ചാവി കണ്ടോ? ഇല്ല. ഇവിടെ ഇതുവരെ റെഡി ആയില്ലേ? മോഹൻ പൊയ്ക്കോളൂ, ലേറ്റ് ആവും. സാരമില്ല, താ നോക്ക്. കിട്ടി. എവിടെയായിരുന്നു? വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റില്. രാത്രി കിച്ചൺ ക്ലീൻ ചെയ്തപ്പോ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ഇട്ട് കാണും. തന്റെ മറവിക്ക് ഒരു ഓസ്കാർ തരണം. വാ പോവാ, ലേറ്റ് ആയി. നിധി, ഞങ്ങൾ ഇറങ്ങാ. പപ്പയെ സ്റ്റേഷനിൽ വിട്ടിട്ട് മമ്മി ഷോപ്പിലേക്ക് പോവും. നടക്ക്. അല്ല, ഇനിയിപ്പോ എന്തായാലും ആ ട്രെയിൻ കിട്ടാൻ പോകുന്നില്ല. നിധി മോളോട് യാത്ര പറഞ്ഞിട്ടാവാം. നിധി, പപ്പ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ പോയിക്കോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഏതായാലും ഒരാഴ്ച കഴിഞ്ഞാലേ അവളെ കാണൂ. അപ്പൊ ഞാൻ ലേറ്റ് ആവും. സാരമില്ല മോളെ, ഒന്ന് വേഗം. പപ്പ ഇറങ്ങ. നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. കനിയുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ? പപ്പ നെക്സ്റ്റ് വീക്കിൽ വരും. പപ്പയെ വിളിക്കാൻ മമ്മി മറക്കും. എങ്കിലും മോൾ ഓർത്ത് വിളിക്കണം. വിളിക്കാനൊന്നും ഞാൻ മറക്കാറില്ല. അല്ലെങ്കിലും മോഹൻ ഇങ്ങോട്ട് വിളിക്കാലോ. മോക്ക് പപ്പ കൊണ്ടുവന്ന ഡ്രസ് ഇഷ്ടമായില്ലല്ലേ? മോളുടെ ഇഷ്ടം പറ. നെക്സ്റ്റ് ടൈം പപ്പ അത് തന്നെ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആർ യു ഷുവർ? ഷുവർ. മമ്മി ബൈ, എനിക്ക് സമയായി. ബൈ മോളെ. പലപ്പോഴും എനിക്ക് നിധിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാവുന്നില്ല. അവള് വളരുന്നതുകൊണ്ടാവും അല്ലേ? അത് മോഹന്റെ തന്നെ കുഴപ്പമാ. ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും ഓരോന്ന് വാങ്ങിക്കൊടുത്ത്. അത് പിന്നെ നമ്മുടെ കുട്ടികളല്ലേ. വാ, ലേറ്റ് ആവുന്നു. വന്ന് വന്ന് ഞാനും നീ ഒരുപോലായി. അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ ആനിമലെങ്കിൽ എന്ന് വിളിക്കണേ. നിനക്കതിൽ വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ? അതെ. ഹലോ മോഹൻ സാറേ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷങ്ങൾ? നമ്മൾ തമ്മിൽ ഈടെയായിട്ട് ഒട്ടും സംസാരിക്കാറില്ല. അതെങ്ങനെയാ? അരുന്ധതിക്ക് എപ്പോഴും തിരക്കല്ലേ? സാരമില്ല, ഒരു ദിവസം ഞാൻ കടയിലേക്ക് വന്നോളാം. അയ്യോ, ഇതെന്ത് പറ്റി? അരുന്ധതിയുടെ 2 മുടി ധരിച്ചു. കുഴപ്പമില്ല, ഡൈ ചെയ്യാം നമുക്ക്. വിട്ടോ വിട്ടോ വിട്ടോ. ആ പട്ടി എവിടെ? നായ അതെങ്ങോട്ടാ പോയെ? മോനെ കൈസാർ. അല്ല, ആരിത്? ശോശക്കുട്ടിയോ? എപ്പ എത്തി ഷിക്കാഗോ? ഇന്ന് നമ്മുടെ പെമ്പർനോത്തിയുടെ നേഴ്സിംഗ് ഹോം തന്നെയാണോ ഇപ്പോഴും? അവക്കവിടെ സുഖാന്നോ? ആരാ? അപ്പോ ശോശക്കുട്ടി അല്ലേ? എന്നാ പോ. പോ. പോട്ടെ. ഒരേപോലെ ലോകത്ത് 9 പേര് കാണുന്ന. എന്റെ അമ്മോ, അനിമൽ അങ്കിൾ. നീ പറയാറുള്ള ആനബോറൻ? അയ്യോ, ഇങ്ങോട്ടാണല്ലോ. ഹലോ, ആരിത്? നിധിക്കുട്ടിയോ? ഇതെന്താ ഇവിടെ? ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി കിടക്കുവല്ലേ? ഇന്ന് ക്ലാസ്സില്ല, സെക്കൻഡ് സാറ്റർഡേ. ഇവരൊക്കെ ആരാ? എന്റെ ഫ്രണ്ട്സ്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ? ബർത്ത്ഡേ ഒന്നല്ല, ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാ. അത് കൊള്ളാമല്ലോ. മോൾ ഇതൊന്ന് പിടിച്ചേ, എങ്കിൽ അങ്കിള് കൂടാം. അങ്കിളിന് ഒരു കമ്പനി ആവുമല്ലോ. അയ്യോ, ഞങ്ങള് പോവാനിറങ്ങാ അങ്കിൾ. അങ്ങനെ പോയാ എങ്ങനെയാ? മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കണ്ടിട്ട് ഒന്ന് മിണ്ടുവോ പരിചയപ്പെടുകയോ ഒക്കെ വേണ്ടേ? ഓരോരുത്തരായിട്ട് മോൾ അങ്കിളിനെ ഒന്ന് പരിചയപ്പെടുത്ത്. അല്ലെങ്കിൽ വേണ്ട, അങ്കിള് തന്നെ ചോദിക്കാം. എന്നതാടി കൊച്ചേ നിന്റെ പേര്? പറയടി കൊച്ചേ. ധന്യ. നിന്റെയോ? മഹിമ. മോളുടെയോ? വീണ. നിന്റെയോ? മരിയ. നിന്റെയോ? താര. കൊള്ളാം, നല്ല മണി പോലത്തെ പേരുകൾ. ഞാൻ നിധി മോളുടെ മാനുവൽ അങ്കിൾ. ഇവളെന്നെ ആനിമൽ അങ്കിൾ എന്നും വിളിക്കും. അല്ല, അങ്കിളിനെ കുറിച്ച് മോള് ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവർക്കൊക്കെ അങ്കിളിനെ നന്നായി അറിയാം. ആണോ? അപ്പൊ പരിചയപ്പെടാൻ വൈകിയെന്ന് മാത്രം. അതെ. ഇത്രയും മിടുക്കി കുട്ടികളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ അങ്കിൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അയ്യേ, ഈ ഉണക്ക ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട. നമുക്ക് നേരെ രാജിലേക്ക് പോവാം. അവിടെ ആവുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇന്നത്തെ ട്രീറ്റ് അങ്കിളിന്റെ വക. അതെ അങ്കിൾ, ഞങ്ങൾക്ക് ധന്യയുടെ വീട്ടിൽ പോണം. അവളുടെ മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ? എങ്കിൽ ഞാനും വരാം. ധന്യയുടെ മമ്മി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. അത് പിന്നൊരിക്കലാവാം. എങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ്. ഓരോരുത്തർക്കും അങ്കിളിന്റെ വക ഓരോ പുത്തൻ ഉടുപ്പ്.
അങ്കിളിന് ലോട്ടറി അടിച്ചോ? ഇത്ര നിർബന്ധം ഞങ്ങൾക്ക് ചെലവ് ചെയ്യാൻ. വേണമെങ്കിൽ ലോട്ടറി എന്ന് പറയാം, പക്ഷെ എല്ലാ മാസവും കൃത്യമായിട്ട് അടിക്കുന്നതാ. പെമ്പർന്നൂർ അയക്കുന്ന ഡ്രാഫ്റ്റ് അവളവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ, അത് കൈ കിട്ടിയാൽ അന്ന് തന്നെ പൊടിച്ചു തീർത്തില്ലെങ്കിൽ ഒരു 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 മനസമാധാനക്കേടാ. ഇത്ര മനസമാധാനക്കേടാണെങ്കിൽ ഇങ്ങ് തന്നേര്, ഞാൻ എന്റെ ബാങ്കിൽ ഇട്ടോളാം. ഓ, ഒരു തമാശക്കാരി. അങ്കിള് തരും. അങ്കിളുടെ ഈ പോക്കറ്റിലുള്ളതും ബാഗിലുള്ളതും ബാങ്കിൽ കിടക്കണതും ഒക്കെ അങ്കിള് തരും. മക്കൾക്ക് സന്തോഷാവുകയാണെങ്കിൽ അങ്കിളിന്റെ കയ്യിലുള്ള അവസാനത്തെ ഡോളർ വരെ തരും. എന്നിട്ട് നയാ പൈസ കയ്യിലില്ലാതാകുമ്പോ ഒരു പെഗടിക്കാൻ വേണ്ടി അങ്കിൾ ഈ റോട്ടിലിരുന്ന് തെണ്ടും. അത് അങ്കിളിന്റെ സന്തോഷം. എന്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അങ്കിൾ ഇപ്പൊ എന്താ ചെയ്യണ്ടേ അത് പറ. ഞങ്ങളെ പോവാൻ അനുവദിക്കണം. അത് മതിയോ? എങ്കിൽ പൊക്കോ, സന്തോഷായിട്ട് പൊക്കോ. ഈ ബില്ലെങ്കിലും അങ്കിളിന് കൊടുക്കണം. ഓക്കേ, ശരി. സന്തോഷായി അങ്കിളിന്. അങ്കിള് പെമ്പിള്ളേരെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. എന്നടാ അല്ല, ഞങ്ങളുടെ ബില്ലും കൂടെ കൊടുത്താൽ ഞങ്ങൾക്ക് സന്തോഷമായനെ. അതും ഞാൻ കൊടുത്തോളാം. നിങ്ങളും പോയി സന്തോഷിക്കേ. ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളല്ലേടാ. നീ എന്തെടുക്കുക അവിടെ? ശരി, ആ പത്രക്കാരൻ വരും, വന്ന പൈസ എടുത്ത് കൊടുത്തേക്കണം. കനി ഇവിടെ വയലിൻ ക്ലാസ്സിന് പോണില്ലേ അവള്? പോകാൻ റെഡിയാവാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അവളുടെ ഒരു കാര്യം. വേറൊന്നുമില്ലല്ലോ, ഇവിടെ തിരക്കാ. ഓക്കെ ഓക്കെ മമ്മി. ഞാൻ റെഡിയാണ്. എപ്പോഴും എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം മമ്മിയോട് പറഞ്ഞു കൊടുത്തേക്കണം. ഇയാളൊരു പെർഫെക്റ്റ് ലേഡി. ഞാൻ പോവാ. ഇന്നും വയലിന്റെ സ്ട്രിങ് പൊട്ടിച്ചോണ്ട് വന്നോണം, മമ്മിയുടെ കിട്ടും. കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കല്ലേ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇന്ന് അവധിയല്ലേ? ആ, കനിമോളോടെ? ശാലിനി ആന്റിയുടെ ഫ്ലാറ്റില് വയലിൻ ക്ലാസ്സിന് പോയി. പപ്പ ഒരു ദിവസം നേരത്തെ അങ്ങ് പോന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല. മോളെന്താ ഡള്ളായിരിക്കുന്നത്? പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മോക്ക് ഇഷ്ടായില്ലല്ലേ? പോട്ടെ, ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും. ദാ നോക്ക്. ഹൗ ഇസ് ദിസ്? എന്താ, ഇത് ഇഷ്ടായില്ലേ? അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ? എന്താ മോളെ ഇത്? മോൾ എന്തിനാ പപ്പയെ പേടിക്കുന്നത്? ദേഷ്യപ്പെടില്ലേ മോളെ? പപ്പയുടെ നല്ല കുട്ടിയല്ലേ, ബഹളം വെക്കില്ലേ? മോളോട് ഇരിക്കേ, പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. Come sit. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? കരയല്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോ കമോ.
പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതാണ് കുറച്ചു നാളായിട്ട് അയാൾ ഇങ്ങനെയാ. വൃത്തികെട്ട മനുഷ്യൻ. അയാൾ എന്റെ പപ്പയല്ല. എന്റെ ഡാഡി മരിച്ചുപോയി 7 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റില്. ഗോവയില് ടൂറിന് പോയതാ. ഡാഡിയും മമ്മിയും ഞാനും കനിയും കൂടെ അയാളും അയാളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അയാളുടെ ഡാഡിയുടെ കസിനാ. തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്സിഡന്റ്. ഡാഡിയും അയാളുടെ വൈഫും കുട്ടിയും മരിച്ചു. മമ്മിക്കും അയാൾക്കും കുറെ പരുക്കുണ്ടായിരുന്നു. എനിക്കും കനിക്കും ചെറിയ പോറല് മാത്രം. ആ ഷോക്കിൽ നിന്ന് ലോൺലിനെസ്സിൽ നിന്നും രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത്. അയാളും മെന്റലി തകർന്ന് ഡ്രങ്കഡായി. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു. ഡാഡിയുടെ കസിൻ അല്ലേ, ഫ്രണ്ട് അല്ലേ, അയാളെ മാരി ചെയ്യാൻ. അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ. പക്ഷേ വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക്. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന ഇയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി?